ആ മലയുടെ മണ്ടേന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നേ. ഇത് രാമക്കൽമേടാണ്. രാമക്കൽമേട് കുറവനുംകുറുത്തി മലയാണ് ആ കാണുന്നത്. അപ്പം പല പ്രാവശ്യം കുറവനുംകുറുത്തി മലയിൽ നമ്മൾ കയറിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഒന്ന് ആ പ്ലേസ് ഒന്ന് മാറ്റി പിടിച്ച് നേരെ ഓപ്പോസിറ്റ് മല. ഇവിടെ പണ്ട് വന്നിട്ടുണ്ട്, ഒരു 10 വർഷം മുന്നേ ഇവിടെ കയറിയിട്ടുണ്ട്. അത് ഈ ഇടവഴി കൂടെ. ഇത് തമിഴ്നാട് സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്. ഈ ഫോറസ്റ്റ് ഏരിയയിൽ ഈ ആൾക്കാർ പോയി ഇത് കൂട്ട് വഴികളേ ഉള്ളൂ. ഇന്ന് പൊതുവെ തിരക്ക് കുറവാന്ന് തോന്നുന്നു. നല്ല വൈഫാന്ന് ഇവിടെ. എന്നാൽ കമ്പൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇല്ലി മറിഞ്ഞ് കിടക്കുന്ന കേട്ടോ. വാ കാട് കടക്ക് സാറേ. ഈ ഇല്ലിത്തുള്ളു അവിടെ ഇതെല്ലാം മോളിൽ നിന്ന് മറിഞ്ഞ് വീണിട്ട് ഇതേ ഇതിൽ അച്ഛനെയൊക്കെ ഒന്ന് കടത്തിക്കൊണ്ട് വരണേ. അതൊക്കെ ഉണ്ടെന്നേ. തണ്ണി വേദന ഇല്ല അച്ഛൻ്റെ കാലിന്. എനിക്കാ കാല് ഭയങ്കര വേദന. ഇതിലെ പോണ്ട. ഇതിലെ ഇപ്പം വലിച്ച കയറാനായിട്ട് പാടായിരിക്കും. നിങ്ങൾക്ക് ഇതിലെ വേണം കയറാം. ഇത് രണ്ടുകൂടെ ഒന്നിച്ച് ഒരിടത്തേ ചെല്ലത്തുള്ളേ. നമ്മൾ അപ്പുറത്തെ വഴി. അച്ഛാ കയറിക്കോ അച്ഛാ. വന്നോളാം നിങ്ങൾ അവിടെ ഇന്നോ. ഈ താഴെ വലിയ കുഴിയാണ്, സൂക്ഷിച്ചു പോണം. കയറിക്കോ. പിള്ളേരവിടെ മോളിൽ ചെന്നു. നിക്ക്. ഇവിടെ ഇടുങ്ങിയ കാടാ. ഈ കാട് ഇതിങ്ങനെ ആയിപ്പോയതിൻ്റെ മെയിൻ കാര്യം ഈ ഇല്ലി വീണതാണേ. ഇഞ്ചമുള്ളിൻ്റെ കമ്പാണ്. അയ്യോ ഇപ്പം തലം കുത്തി വീണേനെ. പോട്ടെ. ഓക്കെ. പിള്ളേർ അപ്പുറത്തെ വഴി കൂടെ കയറി ഇതേ അവിടെ വന്നു. ഇറങ്ങണ്ട. കമോൺ. കുരങ്ങനുണ്ട്, കുരങ്ങൻസ്. ഡേഞ്ചർ കേട്ടോ. പാത്രമൊക്കെ തട്ടിപ്പറിച്ചോണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിലെ പോ. ഇതിലൊക്കെ ആൾക്കാർ കയറി ഇറങ്ങി നടക്കുന്ന. അതെ, അന്ത വളിയിൽ പോവാം, ഇന്ത വളിയിലും പോവാം. നിങ്ങൾ ഇന്ത വളിയിൽ പോ. നിങ്ങൾ അന്ത വളിയിൽ പോ. നിങ്ങൾ എല്ലാവരും പോ.
ഈ ഇവിടെയൊക്കെ പല പല രീതിയിലാണ് കുഴികൾ. നിക്കേ അവര് ഓടി ഓടി അതെ അവര് മോളിൽ പോയിട്ട് പിന്നെ ഇറങ്ങി വരുവാ. അച്ഛൻ എന്നതിനാ അതിൻ്റെ അകത്തോട്ട് പോകുന്നു? ഇതിലേ കയറിപ്പോ. ചോറാണ് ഇരിക്കുന്നത്. ഒരു ശകലം ചോറുണ്ടാകാനായിട്ട് രാമക്കൽമേട് മലയുടെ മണ്ടേ പോവുക. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. അതുപോലെ നോക്കുവാണ് ഇതിൻ്റെ മണ്ട കയറി നിന്നാൽ ചോറിന് സ്വാദ് കൂടുമെന്ന്. ഇത് ഈ കാട്ടിക്കൂടെയുള്ള പോക്ക് ഭയങ്കര രസമാണ് കേട്ടോ. കയറ് 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 കയറ്. ഇവിടെ ഒരു ചെറിയ തണലുണ്ട്. ആ തണലിൽ റെസ്റ്റ് എടുക്കുവാണ്. എന്നിട്ട് മുകളിലോട്ട് വീണ്ടും കയറാനുള്ള പരിപാടിയാണ്. അതുവഴിയും പോവാം, അപ്പുറം വഴിയും പോകുമെന്ന് തോന്നുന്നു. അന്യ ത്രില്ലിങ് ട്രക്കിങ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. വഴി മുഴുവൻ നടന്നു പോകാൻ തന്നെ ദുർഘടമാണ്. ബാ പോട്ടെ. അയ്യോ, നമ്മൾ ആ വലിയ കാട് തള്ളി നമ്മൾ ഇവിടെ കയറിയേ. വ്യൂ കാണാൻ കിടക്കുന്നവളടാ. നമ്മളേതാണ്ട് പകുതിക്ക് മുക്കാൽ ഭാഗമായി. മറ്റേ കുറവൻകുറുത്തി മല അങ്ങേപ്പറേ കാണുന്നു. ബാ ബാ. ഈ കല്ലും കൂട്ടത്തിൽ കൂടെ ഇനി കയറി കയറി മുകളിലോട്ട് പോവുകയാണേ. കേറ്റാതിരിക്കാനുള്ള പരിപാടി ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇതെല്ലാം ഇവിടെ കൊണ്ടിടുന്നത് കുട്ടികളുടെ ബഹളമാണ്. ഇതന്നെ കുറച്ചേരം കൊണ്ടിരുന്നാണോ? ഇല്ലെന്ന് അല്ല അല്ല അല്ല, കയറുന്നവരിതുണ്ട്. ഈ വനത്തിലാ, ഇത് വനമാണ്, തമിഴ്നാടിൻ്റെ വനം. ഇവിടെ മുഴുവൻ ഇതുണ്ടോ, കുപ്പികൾ കൊണ്ട് പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ഇടുകയാണ് അവർ. താഴെ തമിഴ്നാടുകാർ അവിടെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള കയറ്റം നിന്നു. മുകളിലേക്ക് വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എൻ്റെ അമ്മോ, നല്ല വെയിലും കാറ്റില്ല കേട്ടോ. സാധാരണ ഈ സമയത്തൊക്കെ ഇവിടെ അടാറ് കാറ്റാ. എന്നാലും ഇത് മണ്ട കയറിയപ്പോഴത്തേക്കും വേർത്ത് കുളിച്ച് നാശമേ. അമ്മേ, ഈ മണ്ട വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വെള്ളമേ നമ്മൾ ഈ മണ്ടയിലെത്തി. മണ്ടയെന്ന് പറഞ്ഞാൽ ഇനി കുറേ കൂടെ കയറാനുണ്ട്. ഇവിടെ എവിടെയായാലും ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് കയറാം. ഇവിടെ വേറൊരു തണൽ മരങ്ങളൊന്നുമില്ല. പഞ്ഞിമുട്ടായിക്കാരന് ആ വെയിലത്തിരിക്കുന്നുണ്ടോ എൻ്റെ അവനെ. ഇവിടെ ഇരിക്കാം, ഒരു മരത്തിന് ചോറുണ്ട്. ഇവിടെ ഇരുന്ന് നമ്മൾ ചോറുണ്ണുവാണ്.
ഇന്നത്തെ ചോറുണ്ട്. ഇത് ഇങ്ങോട്ട് കൊണ്ടുവാ. ഇങ്ങോട്ട് നോക്കി. കപ്പ, ചീനിക്കിഴങ്ങ്, മീന്, മുളക് പൊട്ടിച്ചത്, മുളക് വറുത്തത്, അങ്ങനെ അടിപൊളി പരിപാടിയാണ്. ഞങ്ങൾ പയ്യെ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. സമയം 3 മണി. ഈ റൂട്ടിൽ കൂടെ ഇങ്ങനെ ഒന്ന് പോയിട്ട് തമിഴ്നാടാണ് ആ കാണുന്നത്. വിശദീകരിക്കുന്ന ആള് ഇപ്പം ഏതാ 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 ആ കൈ ചൂണ്ടുന്ന ഭാഗം കോമ്പൈ. ഫസ്റ്റ് സിറ്റി വലിയ ടൗണാ, വേസ്റ്റ് കൂടിയിട്ടേക്കുന്ന പോലെ കാണുന്നത്. പിന്നെ അത് തേവാരം. അത് തേവാരം. പിന്നെ എവിടെയാന്ന് കാണത്തില്ല, ഞാൻ ക്യാമറ എങ്ങോട്ടാ പിടിച്ചേക്കുന്നൊന്നും അറിയത്തില്ല, വെയിൽ കാരണം. ആ 2 മലയുടെ നടുക്ക് തേവാരം, ചിന്നമന്നൂര്, തേനി അങ്ങ് കാണുന്നത്. വലിയ സിറ്റി അല്ലേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞിന്റെ പ്രശ്നമാണ്, ഒന്നും കാണത്തില്ല. ആ താഴെ എല്ലാം മഞ്ഞാണ്. ആ ഭാഗം കാണുന്ന അതാളിയാ. അത് പാളയം. അത് പാളയം. തമിഴ്നാടിന്റെ ഒരു വിദൂര ദൃശ്യമാണ് നമ്മൾ ഇനി ഇതിന് മുകളിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചോടെ സെറ്റപ്പ് ആയിരിക്കും. നമുക്ക് അങ്ങോട്ടൊന്ന് കയറാവേ. ഇഷ്ടംപോലെ ആൾക്കാരാ അങ്ങോട്ട് കയറുവാണേ. അച്ഛൻ ഈ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നിരുന്നിരുന്ന് മടുത്തിരിക്കുമല്ലേ. ഇന്ന് ഞങ്ങൾ വിളിച്ച് പൊക്കിക്കൊണ്ട് വന്നതാണ്. കയറാനൊക്കെ പാടാ, എന്നാലും ഞങ്ങൾ വലിച്ച് കയറ്റുവാ അതിൻ്റെ മണ്ടയിൽ. ഈ ചെറിയ കുടിസിനകത്തൂടെ വീണ്ടും ഇങ്ങനെ കയറി ഇനി ഇതേ കല്ലിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കാഴ്ചകൾ. പിന്നെ ആ പാറക്കൂടെ അങ്ങനെ കയറാം. ഈ സ്റ്റെപ്പ് വഴി ഇതിലെ ഇങ്ങനെ കയറാം. ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങോട്ട് കയറുമ്പോൾ ഇതാണ് കാഴ്ച. ഈ താഴെ ഏതാ ഈ മലനിര? തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ആ കാറ്റാടി നിൽക്കുന്ന അത് കേരളമാണോ? കാറ്റാടി നിൽക്കുന്നതാണ് കേരളം. അതിൻ്റെ ഇങ്ങേപ്പുറം മുഴുവൻ തമിഴ്നാടാണ്. ഈ കൊടൈക്കനാലൊക്കെ പോയി കാണുന്ന അതേ ഒരു ഫീല് തന്നെ സംഭവമേ. അതിൽ സൂക്ഷിച്ച് എന്നാ അങ്ങോട്ട് മറിക്കും. സൂക്ഷിച്ച് കയറണേ. ഇവിടെയൊക്കെ കാലവയ്യ തെന്നിപ്പോയാൽ ഭയങ്കര ഡേഞ്ചറാണ്. പൊക്കത്തിലേക്ക് കയറുവാണ്. വീണ്ടും ഇതിലെ കയറി അങ്ങോട്ട് തിരിച്ച് കയറുക കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറാ ഇതിലെ അച്ഛനെ പറ വലിച്ച് കയറ്റുക കേട്ടോ. ഇതിലെ ഇങ്ങനെ കൊണ്ടുപോവാ. ഈ നാട്ടുകാരനായ അച്ഛൻ ഇതിൻ്റെ മണ്ടൽ ഇതുവരെ കയറിയിട്ടില്ലെന്നാ പറഞ്ഞത്, ഇത്ര നാളായിട്ട്. ഇപ്പം എന്നാണേലും ഇതിൻ്റെ മണ്ടലൊന്ന് കയറ്റിയേക്കാന്ന് ഓർത്തു. എങ്ങനെയും വലിച്ചു കയറ്റുക. മടുത്ത വെച്ചാ കയറിക്കോ.
പിള്ളേരൊക്കെ പയറുമണി പോലെ ഓടി ഓടി കയറുന്നത്. കയ്യെ പിടിച്ചോ. ഇതിൻ്റെ മണ്ടയിൽ ഇതുപോലൊരു കാടുണ്ടേ, ഈ വലിയ പാറയുടെ മുകളിലേ. അതിലും കയറാം എന്നാലുവേ. അയ്യോ, ഇതിൻ്റെ മണ്ടയിൽ താഴെ പോയാൽ പൊടി പോലും കിട്ടിയല്ല. ഇതുണ്ടോ മണ്ടലത്തെ വ്യൂടെ ഏറ്റവും മണ്ടയിൽ എത്ര മുകളിൽ കയറിയപ്പോഴേ. ഇതൊക്കെ കല്ലുകൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടോ. അതിലും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യാം. ആ പങ്ക സൂക്ഷിച്ച്. ഈ മുട്ട പോലെ ഇരിക്കുന്ന മരങ്ങൾ കണ്ടോ? അത് പുളിയാ, പുളി. അതൊരു അമ്പലമാണ് ആ താഴെ കാണുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇനി കയറാനുണ്ടേ. ആ മലയുടെ മുകളിലോട്ട് കയറണം. അവിടെ ആരാണ്ട് കയറി വീഡിയോ ചെയ്യുന്നുണ്ട്. ആ പൊക്കത്തിരുന്ന് കയറണം. സ്ഥലം എന്നാ ആമപ്പാറയോ? അതാ ആമപ്പാറ. അതാണ് ആമപ്പാറ കേട്ടോ. അവിടെ ആമപ്പാറ ഇതിന്റെ അപ്പുറത്താണ്. അവിടെ വരെ ഓഫ് റോഡ് വണ്ടി. എക്കോയാണ് ഇവിടെ. അതിലെ കയറാനായിട്ട് ഇപ്പം പാടാം. അപ്പം നമ്മൾ ഇതിൽ തന്നെ തിരിച്ചു പോയിട്ട് ഈ പാറയുടെ മുകളിൽ കയറുവാണ്. അതിലെ കയറണം. ഇനി ഇങ്ങോട്ട് മുകളിലോട്ട് കയറണം. ഇതിലും കയറിപ്പോ. എൻ്റെ അമ്മേ, വെളിച്ച വരുന്നില്ല. കേറിക്കോ. ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഇതിലെ ഇങ്ങനെ കയറാം, അതിലെ കയറാം, ഇതിലെ വേണം കയറപ്പോ. അതിലെ അങ്ങനെ കയറാമെന്ന് എനിക്ക് തോന്നുന്നു. അതിലെ അങ്ങോട്ട് കയറാവേ. അളിയിൽ ആ പൊത്തി കൂടെ കയറി നിൽക്കേ. ഞാൻ ഇതിലെ കയറുവാണേ. ഭയങ്കര റിസ്ക്കാ കേട്ടോ. അതിലെ കയറിക്കോ. ഞാൻ കയറും. അല്ലടാ, ഈ മണ്ടായി വന്നു കഴിയുമ്പം യോജിക്കുവാണ്. അതിലെ കയറി ആ ഇടവിൽ കൂടെ കയറണേ. കയറുവാടാ. അതിനപ്പുറത്തോട്ട് പോകല്ലേ, അതിനപ്പുറത്തോട്ട് പോകല്ലേ. ബായ്. രാമക്കൽമേട്ടിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശത്ത് കയറി നിൽക്കുകയാണ് ഞങ്ങള്.
സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3500 അടി ഉയരമാണിപ്പോൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതിനാൽ രാമക്കൽമേട് എന്ന് പറയുന്നത് ആ താഴെ കാണുന്ന ആ വഴി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വഴിയാണ്. അതിൻ്റെ തൊട്ട് ഇങ്ങേപ്പുറം തൊട്ട് തമിഴ്നാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ കയറി പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയുടെ ഇങ്ങേ വശം തമിഴ്നാടാണ്. അങ്ങേ വശമാണ്. വെളിയിലേക്ക് ഇറങ്ങുവാണേ. ഇവിടെ ആളുണ്ടോ? അവിടെ ആളുണ്ട്. ഇതിന് മുകളിലേക്ക് ഇറങ്ങിയ ഇവിടുത്തെ എല്ലാം ഇവിടെ ഇത് വനഭൂമിയാണെന്നും ഉള്ള ഓരോ ഓർമ്മ നമുക്കൂടെ വേണം വരുന്നത്. ഇതുണ്ടോ, ഇത് എന്തോരം വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടുപോയിട്ടേക്കുന്നത്, കുപ്പികളൊക്കെ. നമ്മൾ പണ്ട് തമിഴ്നാടുകാർ ഇതൊന്ന് ബ്ലോക്ക് ചെയ്തായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ മുകളിലോട്ടുള്ള വഴി ബ്ലോക്ക് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കാര്യം. ഈ കുപ്പികളും വേസ്റ്റുകൾ, ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഈ കാണാൻ വരുന്നവരെല്ലാം ഇവിടെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഇത് വനമേഖലയാണെന്നുള്ളൊരു ഓർമ്മ വേണം. പിന്നെ കളക്ടറും ഒക്കെ ആയിട്ട് സംസാരിച്ചൊരു ധാരണയിലെത്തി വീണ്ടും ഇത് തുറന്നു കൊടുത്തതാണ്. മിക്കവാറും ഇത് ഈ പോക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ചിലപ്പം വീണ്ടും ഫോറസ്റ്റുകാർ ഇത് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അതിനകത്ത് കുഞ്ഞിക്കുരങ്ങുണ്ട്, കൊച്ചുകുരങ്ങ്. അങ്ങനെ ആദ്യത്തെ ചോറുണ്ട സ്ഥലത്ത് അയ്യോ എത്തിച്ചേർന്നേ അമ്മേ. ഇല്ലിത്തുറേ നല്ല ഫോട്ടോ പ്ലേസ് ആയത്. ഒത്തിരി ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. കുറച്ചാൾ കഴിയുമ്പോൾ ഇത് മലയറായി അല്ലേ? ഉണങ്ങി ഇങ്ങനെയുള്ള സാധനം അങ്ങ് മറിഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് ഈ റോഡ് ബ്ലോക്കായി പോകുന്നത്.